ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജത്തെ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാ. ശ്രീമള്ളിയൂർ ഗുരുനാഥാശരണം. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന. അന്യാശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നൈമിഷാരണ്യത്തിലെ ഒന്നുകൂടി നമ്മൾ കണ്ടുമുട്ടുന്നു. ഒരു സുഹൃതമാണ് ഇവിടെ ഒത്തുചേരാൻ സാധിക്കുക എന്ന് പറയുന്നത്. ഈ സുഹൃതത്തിലെ മഹാസുഹൃതികളായ നിങ്ങളോടൊപ്പം അല്പം സുഹൃതം ചെയ്തതുകൊണ്ട് എനിക്കും എത്താൻ പറ്റി. ഗുരുനാഥൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും ഒക്കെ കാരുണ്യം. അല്പം ഒരു 5-10 മിനിറ്റ് വൈകിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ആമുഖമൊന്നുമില്ലാതെ നേരെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 6 ദിവസം മുൻപ് ഗംഗാതീരത്ത് പ്രായോപവേശം തുടങ്ങിയ പരീക്ഷിത്ത് ശ്രീശുക ബ്രഹ്മർഷിയോട് എന്താ ചോദിച്ചത്? ആദ്യം നമുക്ക് ആ ചോദ്യം ഒന്ന് ഓർക്കണം. ആ ചോദ്യം ഒന്ന് ഓർമ്മിച്ചിട്ട് വേണം അതിൻ്റെ സമർപ്പണത്തിലേക്ക് കടക്കാൻ. മ്രിയമാണസ്യ സർവഥാ കിം കാര്യം കിം ശ്രോതവ്യം കിം ധ്യേയം. ചോദിച്ചത് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് എന്തു ചെയ്യണം, ആരെയാണ് ധ്യാനിക്കേണ്ടത്, ആരെ ഭജിക്കണം, എന്ത് ജപിക്കണം, പിന്നെ എന്ത് ചെയ്യരുത് എന്നും ചോദിച്ചു. തദ്വിപര്യം ചോദിക്കാൻ എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞതിന് ശേഷം തദ്വിപര്യം എന്നും കൂടെ കാണാം. എന്താണ് അരുതാത്തത്, എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ചോദ്യമാണ് നൈമിഷാരണ്യത്തിലെ ബ്രഹ്മോപദേശത്തിലേക്ക് കടക്കുന്ന നമുക്ക് ഒരു പുനഃസ്മാരണം എന്നുള്ള നിലയിൽ ഓർക്കേണ്ടത്. നമുക്ക് വേണ്ടിയാണ് ഈ ചോദ്യം. അല്ലെങ്കിൽ വരീയാനേഷത്തെ പ്രശ്നഃ കൃതോ ലോകഹിതം നൃപ എന്ന് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനെ അഭിനന്ദിക്കുമായിരുന്നു. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് നൽകുന്ന ആദ്യത്തെ അഭിനന്ദന വചനം അല്ലെങ്കിൽ പരീക്ഷത്തിന്റെ ആദ്യത്തെ വാക്ക് ഏതാ? വരീയാൻ ഏഷത്തെ പ്രശ്നഃ. തേ ഏഷഃ പ്രശ്നഃ വരീയാൻ. അങ്ങയുടെ ഈ ചോദ്യം വളരെ 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 ശ്രേഷ്ഠമാണ് എന്ന ഒരു അഭിനന്ദനത്തോടു കൂടിയിട്ടാണ് തുടങ്ങുന്നത്.
എന്തുകൊണ്ട് ഇത്രയും ശ്രേഷ്ഠമായി 7-ാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കും എന്ന് ബ്രാഹ്മണശാപമേറ്റ പരീക്ഷിത്ത് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ ശാപഗ്രസ്തനായ പരീക്ഷത്തിനെ ഉദ്ദേശിച്ചിട്ടാണോ എന്ന് ചിലപ്പോൾ നമുക്ക് സംശയം വരും. കാരണം നമ്മുടെ ലെവലിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചോദിക്കുക, എനിക്ക് വേണ്ടി ഞാൻ ശാപഗ്രസ്തനാണ്, 7-ാം ദിവസം തക്ഷദംശനമേറ്റ് മരിക്കും, അപ്പോൾ മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അത് ആർക്ക് വേണ്ടി? അത് എനിക്ക് വേണ്ടി. പക്ഷെ അങ്ങനെ ഒരു സ്വാർത്ഥത നിറഞ്ഞ ചോദ്യമാണെങ്കിൽ ശ്രീശുക ബ്രഹ്മർഷി അഭിനന്ദിക്കുവോ? ഇല്ല. വരിയാൻ എന്നാ പറഞ്ഞത്, അത്യന്തം ശ്രേഷ്ഠമാണ് എന്ന്. ആ വരശബ്ദം പോലുമല്ല, ഈയസുൻ പ്രത്യയത്തോടു കൂടിയിട്ട് അത്യന്തം ശ്രേഷ്ഠമാണ് എന്ന് ഉറപ്പിക്കാൻ കാരണം അത് എന്തുകൊണ്ട്? അടുത്ത വരിയിൽ തന്നെ അത് ശ്രീശുക ബ്രഹ്മർഷി നമുക്കുണ്ടാകാവുന്ന ഒരു സംശയം എന്നുള്ള നിലയിൽ അതിന് മറുപടിയും അവിടെ തന്നെ. എന്തുകൊണ്ട്? കൃതോ ലോകഹിതം നൃപ, അങ്ങ് ഈ ചോദ്യം ചോദിച്ചത് അങ്ങയ്ക്ക് വേണ്ടിയല്ല, ലോകഹിതത്തിന് വേണ്ടിയാണ് എന്ന് വ്യക്തമാണ്. അപ്പോഴേ ശ്രേഷ്ഠമാവുന്നുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇങ്ങനെ ശ്രേഷ്ഠം നമ്മൾ പറയാറുണ്ടോ? സ്വന്തം അഭ്യുന്നതിക്ക് വേണ്ടിയിട്ട്, സ്വന്തം വയറ്റപ്പഴപ്പിന് വേണ്ടിയിട്ട്, സ്വന്തം കുടുംബത്തെ പരിപാലിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതിനെ നമ്മൾ ശ്രേഷ്ഠം എന്നൊന്നും പറയാറില്ല. അത് ശ്രേഷ്ഠമല്ല, അതൊരു സാമാന്യം. ഇത് ലോകഹിതം മമ കരണീയം എന്ന ഭാവത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ചോദ്യം. അതിന് 6 ദിവസത്തെ ശ്രീമദ് ഭാഗവത സംവാദം കഴിഞ്ഞ് പരിസമാപ്തിയാണ്. അവസാനമായി ബ്രഹ്മോപദേശം നൽകി അദ്ദേഹത്തെ ഭഗവത് പദത്തിലേക്ക് എത്തുവാൻ അധികാരിയാക്കി മാറ്റുന്നു. അതാണ് നമുക്ക് ഈ ഒരു 10-30 മിനിറ്റ് കൊണ്ട് 40 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം. ഭക്തോത്തമനായിട്ടുള്ള രാജാവ് പരീക്ഷിത്ത് ഇത്രയും ദിവസത്തെ ഭാഗവത ശ്രവണം കൊണ്ട് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ നേടി പൂർണ്ണനായി കഴിഞ്ഞു. അതാണ് ഈ ബ്രഹ്മോപദേശം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അദ്ദേഹം ഭക്തി കൊണ്ടൊക്കെ പരിപൂർണനായി സംസാരം മിഥ്യയാണ് എന്ന ധാരണ അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ബ്രഹ്മോപദേശം നൽകുക, പ്രത്യേകാത്മ അഭിന്നമായ ആ പരമാത്മ തത്വത്തെ ഉപദേശിക്കുക. ഉപദേശിച്ച പരീക്ഷത്തിനെ നിർഭയനാക്കുക, സർവതോഭയത്തിൽ നിന്നും സകല ഭയങ്ങളിൽ നിന്നും മോചിപ്പിക്കുക. ശ്രീമദ് ഭാഗവത സംഹിത ശ്രവണത്തിലൂടെ സർവഭയ നിവൃത്തിയും സാധ്യമാണ് എന്ന് ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് ഭാഗവതത്തിൻ്റെ ഒരു സത്തയായ അധ്യായം തന്നെയാണ് ഈ ബ്രഹ്മോപദേശം. അത്രാനുവർണ്യത്തെ ഭീക്ഷ്ണം വിശ്വാത്മാ ഭഗവാൻ ഹരി യസ്യ പ്രസാദജോ ബ്രഹ്മ രുദ്രക്രോധസമുദ്ഭവഃ. യസ്യ പ്രസാദജോ ബ്രഹ്മ ക്രോധസമുദ്ഭവഃ രുദ്രഃ സയവ വിശ്വാത്മാ. വിശ്വാത്മാ വിശ്വസ്യ ആത്മാ അഥവാ വിശ്വം ഏവ ആത്മാ യസ്യ സഹ ഭഗവാൻ. ആരുടെ പ്രസാദത്തിൽ നിന്ന് ബ്രഹ്മാവും കോപത്തിൽ നിന്ന് രുദ്രനും ജനിച്ചുവോ എന്നാണ് ആദ്യത്തെ ശ്ലോകം തന്നെ.
രണ്ടും നമുക്കറിയുന്നതാണ്. നാഭിഹൃദാംബുജാത് ആസീത് ബ്രഹ്മാ വിശ്വസൃജാം പതി എന്ന് ബ്രഹ്മോത്പത്തി. മറ്റൊന്ന് സദ്യോജായത തന്മന്യുഹു കുമാരോ നീലലോഹിത എന്ന് തൃതീയത്തിലെ നമുക്ക് കാണാം, 12ാമത്തെ അധ്യായത്തില്. പ്രസാദത്തിൽ നിന്ന് ബ്രഹ്മാവും ക്രോധത്തിൽ നിന്ന് ശിവനും ഉദ്ഭവിച്ചു. ആ സാക്ഷാൽ ഭഗവാൻ, സർവാത്മാവായ ഭഗവാൻ, വിശ്വാത്മാ എന്ന് പറഞ്ഞു. സൃഷ്ടിസ്ഥിതി ലയത്തിനൊക്കെ ഹേതുഭൂതമായിരിക്കുന്ന അഹേതുവായിരിക്കുന്ന ഭഗവാൻ. ആ ഭഗവാനാണ് യഥാർത്ഥത്തില് വർണ്ണിക്കപ്പെട്ടത് ഈ കഴിഞ്ഞ 7 ദിവസങ്ങളിൽ. ഇവിടെ പരിസമാപ്തിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. എത്രയോ മഹാത്മാക്കള്, ഋഷീശ്വരന്മാരൊക്കെ ഇവിടെ വന്ന് ഭഗവത് കഥകളും അതിന്റെ തത്വവും ഒക്കെ നമ്മെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അത്ര അനുവർണ്യത്തെ, അനുവർണിതം എന്നർത്ഥം, വർണ്ണിക്കപ്പെട്ട് കഴിഞ്ഞു. ഭഗവത് കഥകള് ഒക്കെ വർണ്ണിക്കപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ സർവേശ്വരനെ കുറിച്ചുള്ള കഥകള് നിരന്തരം കേട്ട് ആ ഭഗവത് ഭക്തി നിറഞ്ഞു കഴിഞ്ഞു. ഭക്തിയാണ് ഈ തത്വശ്രവണമൊക്കെ. ഏതിലേക്ക്? ഭക്തിയിലേക്കാണ്. കാരണം ഭക്തിയിലൂടെ മനസ്സ് ശുദ്ധമാവണം. അങ്ങനെയല്ലേ? ഭഗവത് കഥകളെല്ലാം കേട്ട്, ഭഗവത് കഥകളിലുള്ള തത്വങ്ങളാണെങ്കിലും ആ തത്വങ്ങളെല്ലാം കേട്ടിട്ട് ഉണ്ടാകേണ്ടത് എന്താണ്? ചിത്തശുദ്ധിയാണ്. മനസ്സാണ് ശുദ്ധമാകേണ്ടത്. ഭക്തി പുനാതി, ഭക്തി പുനാതി, ഭക്തിയാഹമേകയാ ഗ്രാഹ്യ. ഭക്തി വേണം. ഭക്തി ഇല്ലാതെ ഇനി എന്ത്? നൈഷ്കർമ്മ്യമപ്യച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം. ഭക്തി, ആ നിരന്തര ഭഗവത് കഥകളിലൂടെ ഭഗവത് ഭക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലയോ പരീക്ഷിത്തെ ഞാൻ ഈ കഥകളെല്ലാം കേൾപ്പിച്ചത്. ധാരാളം കഥകൾ അങ്ങനെ കേൾപ്പിച്ചത്. ഭഗവത് ഭക്തി പൂർണ്ണമാകുമ്പോഴാണ് ഭ്രമം ഇല്ലാതാകുന്നത്. ഈ ജീവേശ്വര ഭ്രമം, ആ ജീവേശ്വര ഭ്രമം ഇല്ലാതായി പരിപൂർണമായും ഭയമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, ബ്രഹ്മഭാവത്തിലേക്ക് കടക്കണമെങ്കിൽ ഭക്തി നിറയണം. ഭക്തി നിറഞ്ഞ് ആ ഉള്ളിലുള്ള സകല വൃത്തികേടുകളും മാലിന്യങ്ങളും ഒക്കെ ഇല്ലാതായിത്തീരണം. പാത്രത്തില് മുഴുവൻ അഴുക്ക് വെള്ളമാണെങ്കിലും ശുദ്ധജലം ഒഴിച്ചുകൊണ്ടേയിരുന്നാൽ പുറത്തേക്ക് പോകുന്ന ഏത് വെള്ള? അഴുക്ക് വെള്ളം പോവും. അഴുക്ക് വെള്ളം ഇങ്ങനെ പോയി ശുദ്ധജലം മാത്രം ഉണ്ടാകുന്ന ഒരു സമയം വരില്ലേ? അതുവരെയാണ് നമ്മളോട് ഭാഗവതം കേൾക്കാൻ പറയുന്നത്. എത്ര കാലം കേൾക്കണം? പിബത ഭാഗവതം രസം. ഏതുവരെ? ആലയം. ഏതുവരെയാ? ആലയം, ലയിക്കുന്നത് വരെ. ലയിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുക. വെള്ളത്തിലെ പഞ്ചസാര ലയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഞ്ചസാര നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. തീർത്തും കാണാതായാൽ നമ്മൾ പറയും അതിൽ ലയിച്ചു. അതുപോലെ ഇല്ലാതാവണം. എന്ത്? ഞാനും എൻ്റേതും. അഹം മമാഭിമാനോത്ഥൈ, അഹം മമ, ഇതൊക്കെ ഇല്ലാതായി ബ്രഹ്മഭാവം എന്ന ആ പദത്തിലേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അല്ലയോ പരീക്ഷത്തെ ഈ കഴിഞ്ഞ 7 ദിവസങ്ങളായിട്ട് ഭഗവത് കഥകൾ അങ്ങനെ നിരന്തരമായിട്ട് കേൾപ്പിച്ച് മനസ്സിനെ ശുദ്ധമാക്കിയത്. കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ
ശുദ്ധമായ മനസ്സുകൊണ്ട് മാത്രം ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്രയും കാത്തിരുന്നത്. ആദ്യത്തെ ദിവസം വേണമെങ്കിൽ ബ്രഹ്മോപദേശം നൽകി പറഞ്ഞു വിട്ടൂടെ? സാധ്യമല്ല. ബ്രഹ്മോപദേശത്തിന് അല്ലെങ്കിൽ ആ ബ്രഹ്മഭാവത്തിലേക്ക് ഉയരണമെങ്കിൽ മനസ്സ് ശുദ്ധമാകണം. അതുകൊണ്ടാണ്. ഇനി പരിഭ്രമിക്കണ്ട കേട്ടോ, ധൈര്യമായില്ലേ? ഇനി ഞാൻ മരിക്കും, തക്ഷകൻ എന്നെ ദംശിക്കും എന്നൊന്നും ചിന്തിക്കാനേ പാടില്ല. അതാണ് അടുത്ത ശ്ലോകം. ത്വംതുരാജൻ മരിഷ്യേതി പശുബുദ്ധിം ഇമാം ജഹി. ഇമാം പശുബുദ്ധിം ജഹി. അതൊക്കെ വെറും മൃഗപ്രായന്മാർക്കുള്ളതാണ് ആ ചിന്തകൾ. എന്ത്? തക്ഷകൻ വരും, എന്നെ കടിക്കും, എന്നെ കൊല്ലും, ഞാൻ മരിച്ചു പോകും എന്നൊക്കെയുള്ള ചിന്തകള്. അതൊക്കെ എത്ര തുച്ഛം! ഇത്രയും ഭഗവത് കഥകൾ കേട്ട അങ്ങേക്ക് ഒരിക്കലും അങ്ങനെയുള്ള വെറും ആ പശുബുദ്ധി പാടില്ല. ഞാനിന്ന് തക്ഷകന്റെ കടിയിട്ട് മരിക്കുമല്ലോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് തെറ്റായിട്ടുള്ള വിചാരമാണ്. അത് അജ്ഞന്മാരുടെ, പശുതുല്യരായിട്ടുള്ള അജ്ഞന്മാരുടെ അവിവേകം മാത്രമാണ്. കാരണം അങ്ങ് ദേഹമല്ല എന്ന ബോധത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്ത വരി പറയും, നജാത പ്രാഗഭൂതോദ്യദേഹവത്വം നനക്ഷ്യസി. ന ജാതഃ പ്രാഗ്. ഇതൊക്കെ എത്രയോ ഉപനിഷത് വചനങ്ങളിലേക്കും ഭഗവത്ഗീതാ വചനങ്ങളിലേക്കും നമ്മെ കൊണ്ടുപോകുന്ന ചെറിയ ചെറിയ വാക്കുകളാണ്. എല്ലാം ഉപനിഷത്ത് തത്വങ്ങളാണ്. ബസ് ഇറങ്ങിയാൽ അല്ലെങ്കിൽ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടം വരെ എല്ലാ ഭാഗത്തും തൂണിലും എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? സത്യം പരം ധീമഹി അഹം ബ്രഹ്മാസ്മി. എല്ലാം മഹാവാക്യങ്ങളും മറ്റു ഉപനിഷത്ത് മന്ത്രങ്ങളും. ഞാനതിങ്ങനെ വാഹനത്തിൽ വരുമ്പോൾ ഇങ്ങനെ നോക്കുക, ഓരോ തൂണിലും എഴുതി വെച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിലൂടെ ഇങ്ങനെ കടന്ന് എവിടെ എത്തണം? ബ്രഹ്മഭാവത്തില് എത്തണം. കാരണം ബ്രഹ്മോപദേശത്തിന്റെ സൂചനകളൊക്കെ അവിടുന്നേ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് വരുന്നത്. അതിലത്തെ ഓരോ മഹാവാക്യങ്ങളിലെ ഓരോരോ പദങ്ങളും എടുത്ത് പറഞ്ഞാലായി. അത് തന്നെയാണ് ബ്രഹ്മോപദേശം. അപ്പൊ അങ്ങ് ഈ ദേഹം പോലെ നേരത്തെ ഉണ്ടാകാതെ പിന്നെ ഉണ്ടായത് അല്ല. പിന്നെ ഉണ്ടായത് നശിക്കും, അതുപോലെ അങ്ങ് നശിക്കുന്നവനും അല്ല. അതാണ് ആ ശ്ലോകത്തിന്റെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ശരീരമാണ് താൻ 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 എന്ന് അഭിമാനിക്കുന്ന മൃഗപ്രായന്മാർക്ക് മാത്രമേ അങ്ങനെയുള്ള ചിന്ത വരാവൂ. അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ആ വിചാരങ്ങളിൽ നിന്നൊക്കെ മുക്തനായി കഴിഞ്ഞു. അതുകൊണ്ട് ന ഭവിഷ്യസി ഭൂത്വാ ത്വം പുത്രപൗത്രാദിരൂപവാൻ ബീജാങ്കുരവത് ദേഹാദേ വ്യതിരിക്തോ യഥാനലഃ. അങ്ങയ്ക്ക് മരണമില്ല. ന ജായത്തെ മ്രിയത്തെ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാവാ ന ഭൂയഃ അജോ നിത്യഃ ശാശ്വതോയം പുരാണഃ ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ എന്നവിടെ വ്യക്തമാക്കും. ഇത് തന്നെ നമ്മൾ ഭാഗവതത്തിലും മറ്റൊരു സന്ദർഭത്തിലും നമുക്ക് കാണാം. മർത്യോ യഥാ ത്യക്ത സമസ്ത കർമ്മ നിവേദിതാത്മാ വിജിഗീർഷതോയം തദാമൃതത്വം പ്രതിപദ്യമാനോ മയാത്മഭൂതായ ച കൽപ്പതേ വൈ. യഥാ ത്യക്ത സമസ്ത കർമ്മ അമൃതത്വം പ്രതിപദ്യമാന. സകല കർമ്മങ്ങളും കർമ്മബന്ധങ്ങളും കർമ്മവാസനകളും സകല വൃത്തികളും എല്ലാം ഉപേക്ഷിച്ച്
അമൃതത്വം എന്ന പദത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. തനിക്ക് മരണമില്ല എന്നുള്ള അറിവാണിത്. പ്രത്യേകിച്ച് ബ്രഹ്മപദം എന്ന് പറയുന്നത് ഒരു സ്വർണ്ണ വിമാനം ഇങ്ങ് വന്നിട്ട് ആ വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകും വൈകുണ്ഠത്തിലേക്ക്. ഒന്നൊന്നും ചിന്തിക്കണം. നമ്മൾ വളരെ പ്രായോഗികമായിട്ട് ചിന്തിച്ചാൽ മതി. നമ്മെ അലട്ടുന്ന എല്ലാ ചിന്തകളിൽ നിന്നും നമ്മൾ മുക്തരാവുന്നു. ആ ഒരു ഭാവത്തിലേക്ക് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ പിന്നെ സാധാരണക്കാരെ പോലെ എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഒരു മരണം ഇല്ല. അതിന് ഒരു ദൃഷ്ടാന്തം ആണ് പിന്നെ ഇവിടെ പറയുന്നത്. എന്താ അത്? ബീജം, അങ്കുരം. ബീജാങ്കുരവത് ദേഹാദേഹ വ്യതിരിക്തോ യഥാനലഃ. രണ്ട് ദൃഷ്ടാന്തങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ബീജത്തിൽ നിന്ന് അങ്കുരാദികൾ പോലെ തന്നിൽ നിന്ന് താൻ തന്നെ പുത്രപൗത്രാദി, അങ്ങനെയാണല്ലോ യഥാർത്ഥത്തിൽ ഈ പരമ്പര മുന്നോട്ട് പോകുന്നത് തന്നെ അതുവഴിയാണ്. ബീജത്തിൽ നിന്ന് അങ്കുരം, അതിന് പിന്നെയും ബീജങ്ങൾ, ആ രീതിയിൽ എങ്ങനെ പുത്രപൗത്രാദി രൂപേണ ജനിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്കാത് സംഭവസി എന്നൊക്കെ ശ്രുതിവാക്യമുണ്ട്. അപ്പൊ അങ്ങനെ അങ്കാത് സംഭവസി എന്ന ശ്രുതിവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനിക്കുമ്പോൾ ജനിക്കുകയും മരിക്കുമ്പോൾ മരിക്കുകയും ചെയ്യുന്നതല്ലേ ഇതെല്ലാം എന്നൊരു ശങ്ക വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ന ഭവിഷ്യസി ഭൂത്വാത്വം എന്ന് പറഞ്ഞത്. നേരത്തെ ഭവിച്ച് ബീജത്തിൽ നിന്ന് അങ്കുരങ്ങൾ എന്നതുപോലെ നിലനിന്ന് പുത്രപൗത്രാദി രൂപത്തില് ഭവിക്കുന്നവനല്ല അങ്ങ്. കാരണം അങ്ങ് ശരീരമല്ല. ശരീരമാണ് ജനിക്കുന്നതും മരിക്കുന്നതും. ആത്മാവാണ് അങ്ങ് എന്നറിഞ്ഞാൽ ഈ ജനന മരണ ചിന്ത അങ്ങ് അലട്ടുകയില്ല. അപ്പോൾ ആത്മാവായ അങ്ങ് ജനിച്ചവനല്ല. അതുകൊണ്ട് തന്നെ അങ്ങ് ഇല്ല ഒരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇല്ല ഉണ്ട് എന്നുള്ള ഒരു ഭേദഭാവം തന്നെ ഇല്ല. അതുകൊണ്ട് ശരീരം നശിക്കുമ്പോൾ നശിക്കുന്ന സാധാരണ ഒരു ചിന്ത അങ്ങയെ ബാധിക്കരുത്. കാരണം അറിവാണ് അങ്ങ്. ഏറ്റവും ചുരുക്കി നമ്മൾ മനസ്സിലാക്കേണ്ട ബ്രഹ്മോപദേശത്തില് മനസ്സിലാക്കേണ്ടത് അങ്ങ് അറിവാണ് എന്ന് ബോധ്യപ്പെടുത്തുക പരീക്ഷത്തിനെ ഈ ഒരു അധ്യായത്തില്. അപ്പൊ ശരീരത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാക്ഷിയായ അറിവ്. അപ്പൊ ആ സാക്ഷിയായ അറിവ് പുത്രപൗത്ര പരമ്പരയിലൂടെ നശിക്കുന്നതോ വളരുന്നതോ ജനിക്കുന്നതോ മരിക്കുന്നതോ അല്ല. ഏതുപോലെ? അഗ്നി. അതാണ് യഥാനലഃ. അഗ്നി എങ്ങനെ വിറകിൽ നിന്ന് വേറെയാണോ അതുപോലെ. ഇത് രണ്ടും കൂടി ഒന്നിച്ച് കാണുമ്പോൾ നമ്മൾ ഇത് രണ്ടും ഒന്നാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു അവിവേകം കൊണ്ട്. അപ്പൊ തിരിച്ചറിവ്, ആ അറിവ് വന്നു കഴിഞ്ഞാൽ മനസ്സിലാകും വിറകിൽ നിന്ന് തീർത്തും ഭിന്നമാണ് അഗ്നി. അതുപോലെ ശരീരത്തിൽ നിന്ന് തീർത്തും ഭിന്നനാണ് അങ്ങ്. അത് ഒന്നുകൂടി ഉറപ്പിക്കൂ. അപ്പൊ പിന്നെ ഇനി ഒരു തക്ഷകൻ വന്നാലും അങ്ങയെ ദംശിക്കാൻ സാധ്യമല്ല. യാവത് സർവേഷു ഭൂതേഷു മദ്ഭാവോ നോപജായത്തെ. സകല ചരാചരങ്ങളിലും ഭഗവത് ഭാവം വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. വരാത്ത അവസ്ഥയിൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാരുടെ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലാണ് നമ്മൾ സകല ഉപാസനകളായാലും മറ്റ് സ്വാധ്യായമായാലും ജപമായാലും മറ്റ് വഴിപാടുകളായാലും ഇതെല്ലാം ഏതുവരെ? സർവേഷു ഭൂതേഷു ഭഗവത് ഭാവ ഉപജായത്തെ, അതുവരെയാണ്. അപ്പൊ ഇതെല്ലാം ഏതിലേക്ക് നയിക്കണം? സർവേഷു ഭൂതേഷു മദ്ഭാവ, അവിടെയാണ് എത്തിച്ചേരേണ്ടത്. യാവത് സർവേഷു ഭൂതേഷു മദ്ഭാവോ നോപജായത്തെ താവദേവമുപാസീത. താവത് ഉപാസീത. കഥം മനോവാക്കായ വൃത്തിഭി. ഭാഗവത്തിൽ തന്നെ
മറ്റൊരു ഭാഗത്തുള്ളൊരു ശ്ലോകം ഒന്ന് കേൾപ്പിച്ചു എന്ന് മാത്രം. ഈ രീതിയിൽ ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ, അറിവിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വെറും സ്വപ്ന തുല്യമാണ്. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയും, സ്വപ്നേയഥാ ശിരച്ഛേദ ശിരച്ഛേദം പഞ്ചത്വാദ്യാത്മനസ്വയം യസ്മാത് പശ്യതി ദേഹസ്യ തത ആത്മാഹ്യജോമരഃ. അപ്പൊ ജന്മാദി വികാരങ്ങളെല്ലാം ദേഹധർമ്മങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ നേരെ നമ്മുടെ മനസ്സ് എവിടേക്ക് പോകണം? പഞ്ചമസ്കന്ധത്തിലെ ഭരതരഹൂഗണ സംവാദം. സ്ഥൗല്യം കാർശ്യം വ്യാധയ ആധയശ്ച ക്ഷുത്രഭയം കലിരിച്ഛ ജരാച. ഓരോന്നായിട്ട് ഭരതൻ രഘുഗണനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ക്ഷുത്, തൃട്ട്, ഭയം, കലി, ഇച്ഛ, നിദ്ര, ഭയം, മന്യു, അഹം. ഇതെല്ലാം എന്താണ്? ദേഹേന ജാതസ്യ മേ ന സന്തി. ജാതസ്യ കസ്യ ദേഹസ്യ. ഈ പറഞ്ഞ എല്ലാം സ്ഥൗല്യം കാർശ്യം വ്യാധയ ആധയ ക്ഷുത് തൃട്ട് ഭയം കലി ഇച്ഛ മന്യു. വിശപ്പ്, ദാഹം, വളരുക, തളരുക, പിളരുക, ഇതൊക്കെ ആർക്ക്? ഇതൊക്കെ ആർക്കാ? ജാതസ്യ ദേഹസ്യ. ജനിച്ച ദേഹത്തിന് മാത്രമേ ഇതൊക്കെ ബാധകമാകുന്നുള്ളൂ. മേ ന സന്തി, ഇതൊന്നും എനിക്കില്ല എന്ന് ആ ഭരതയോഗീശ്വരൻ ഉറപ്പിച്ച് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ ജന്മാദി വികാരങ്ങളെല്ലാം ദേഹധർമ്മങ്ങളാണ് എന്ന് ആ ഒരു ദൃഷ്ടാന്തത്തിലൂടെ സ്വപ്നേ ആത്മനഃ ശിരച്ഛേദം സ്വയം പശ്യതി. നമ്മൾ കാണാറില്ലേ? അവനവന്റെ തന്നെ ശിരച്ഛേദം നമ്മൾ എവിടെ കാണാറുണ്ട്? സ്വപ്നത്തില് കാണാറുണ്ട്. പിന്നെ ഉണർന്നിരിക്കുമ്പോ കാണാറില്ലേ? ഉണർന്നിരിക്കുമ്പോ തന്നെ ജനനവും മരണവും കാണാറുണ്ട്. അച്ഛന്റെ മരണവും പുത്രന്റെ ജനനവും കാണുന്നില്ലേ? അപ്പോ ജനന മരണങ്ങള് എപ്പോഴ്? സ്വപ്നത്തിലല്ല, ജാഗരണേ അപി. സ്വപ്നേ ആത്മനഃ ശിരച്ഛേദമിവ ജാഗരണേ പുത്രസ്യ ജന്മ പിതുഹു മൃതിഹി, മരണം. അപ്പൊ ജനന മരണങ്ങളൊക്കെ നമ്മൾ കാണുന്നു. ദേഹസ്യ പഞ്ചത്വം പശ്യാമ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതം ഭ്രമം മാത്രം, ഭ്രമമാത്രം. ഇതൊക്കെ വെറും ഭ്രമമാണ്. എന്തേ ഉള്ളൂ? ആത്മാ അജഹ അമരഹ ച. വസ്തുതഃ എന്നർത്ഥം. വസ്തുതഃ ആത്മാ അജഹ അമരഹ. ഇതൊക്കെ നമ്മുടെ ഭ്രമം മാത്രമാണ്. സ്വപ്നത്തില് ശിരസ് മുറിച്ച് വീഴ്ത്തുന്നു കാണുന്നുണ്ട് നമ്മൾ. ഇതെല്ലാം പലരും ജനിക്കുന്നു, മരിക്കുന്നു, ജന്മനാശാദികൾ കാണുന്നു. പക്ഷേ സാക്ഷിയായിട്ടുള്ള ആത്മാവ്, സാക്ഷി ചേതാം കേവലോ നിർഗുണശ്ച. സാക്ഷിയായിട്ടുള്ള ആ ആത്മാവ് ജനന മരണരഹിതനാണ്. പിതാവിന്റെ ദേഹം നശിക്കുന്നത് പോലെയോ പുത്രന്റെ ദേഹം ജനിക്കുന്നത് പോലെയോ ജനന മരണാധീനമാണ് എന്ന് ധരിക്കരുത്. അപ്പോ ഈ ദേഹം മാത്രം ജനന മരണാധീനമാണ് എന്നുള്ള അനുമാനമാണ്. ഏത് കണ്ടിട്ട് അനുമാനിക്കുന്നു? പുത്രന്റെ ജനനവും അച്ഛന്റെ മരണവും കണ്ടിട്ട് ഈ ദേഹം ജനന മരണാധീനമെന്ന് അനുമാനിക്കുക. നമ്മള് ഈ തർക്കശാസ്ത്രത്തിൽ പറയാറില്ലേ, പർവ്വതോ വന്യമാൻ ധൂമാത്. പർവ്വതം വന്യമാനാണ്. എന്ത് കണ്ടിട്ട് അനുമാനിക്കുന്നു? ധൂമാത്, ധൂമം കണ്ടിട്ട് അനുമാനിക്കുന്നു. അതുപോലെ ഒരു അനുമാനമാണ് ഇതൊക്കെ. ഇതൊക്കെ ജനന മരണാധീനമാണ്. അപ്പോ ദൃശ്യകോടിയിൽപ്പെട്ട ഈ ശരീരാദികളുടെയൊക്കെ ധർമ്മങ്ങള് സാക്ഷിയെ ബാധിക്കുന്നതായി തോന്നുന്നു, സാക്ഷിയെ ബാധിക്കുകയില്ല എന്ന് അറിയണം. അതാണ് യഥാർത്ഥ അറിവ്. യത് ജ്ഞാത്വാ ജ്ഞാതവ്യം ന അവശിഷ്യത്തെ. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായിട്ട് പിന്നെ ഒന്നും തന്നെ ഇല്ല. ആ അറിവിലേക്കാണ് എത്തേണ്ടത്. അപ്പോ ഉണർന്നിരിക്കുന്ന സമയത്തുള്ള ശരീരത്തെ
ആ ശരീരത്തെയും അറിയുന്ന ആത്മാവാണ് അല്ലയോ പരീക്ഷിത്തെ അങ്ങ്. ഉറപ്പിക്കൂ. ഉറങ്ങാം, ഉണരാം, ഇതൊക്കെ സംഭവിക്കാം. അതൊക്കെ ദേഹത്തിന്, ഇന്ദ്രിയങ്ങൾക്ക്. അങ്ങയ്ക്കില്ല. അങ്ങ് ഉണർന്നിരിക്കുന്നു എപ്പോഴും. അപ്പൊ ഇതൊക്കെ ഉപാധി നിമിത്തം നമ്മള് ഉപാധി നിമിത്തം ഉപഹിതത്തിൽ ആരോപിക്കുന്നതാ. വേദാന്തത്തിൽ നമ്മള് രജ്ജു സർപ്പവത് എന്ന അധ്യാരോപൊക്കെ പറയുന്നില്ലേ? അതുപോലെ ദേഹാദി ഉപാധി നിമിത്തമാണ് ഈ സംസാര ഭ്രമം. അപ്പൊ ഈ സംസാരഭ്രമം ജ്ഞാനം കൊണ്ടാണ് ഇല്ലാതാകേണ്ടത്. അതാണ് അങ്ങയ്ക്ക് ഇപ്പോൾ ഞാൻ പകർന്നു തരുന്നത്. ഈ ഒരു അറിവിലൂടെ ഉപാധി നശിച്ചാൽ അങ്ങ് മുക്തനായി. അങ്ങനെ മുക്തനായി തീരും എന്ന് മറ്റൊരു ദൃഷ്ടാന്തത്തിലൂടെയാണ് വീണ്ടും പറയുന്നത്. ഘടേ ഭിന്നേ. നല്ലൊരു ഉദാഹരണമാണ്. ധാരാളം കേട്ടിട്ടുള്ള ഉദാഹരണമാണ്. പക്ഷെ വേഗത്തിൽ ഈ വിഷയത്തിലേക്ക് കടക്കാൻ പറ്റിയൊരു നല്ലൊരു ഉദാഹരണമാണ്. യഥാ ഘടേ ഭിന്നേ യഥാകാശഃ ആകാശസ്യാത് യഥാ പുരാ ഏവം ദേഹേ മൃതേ ജീവോ ബ്രഹ്മസമ്പദ്യത്തെ പുനഃ. ദേഹേ മൃതേ ജീവഃ ബ്രഹ്മ സമ്പദ്യത്തെ. ദേഹം മൃതമാകുന്നു. ഏതിന് മരണമില്ല? ജീവാത്മാവിന് മരണമില്ല. അപ്പോ ദേഹം മരിച്ചു കഴിഞ്ഞാൽ അത് ഏതിനെ പ്രാപിക്കുന്നു? ബ്രഹ്മത്തെ പ്രപദ്യത്തെ. പ്രപദ്യത്തെ പ്രാപ്നോതി, പ്രാപിക്കുന്നു. ഏതുപോലെ? ഘടാകാശവും മഹാകാശവും. അതാണ് യഥാ ഘടേ ഭിന്നേ. നല്ലൊരു ഉദാഹരണം, പ്രസിദ്ധമായിട്ടുള്ള ഉദാഹരണം. അത് വ്യക്തമാക്കുക. ഘടം എന്ന ഉപാധി നശിച്ചാൽ എന്തു സംഭവിക്കും? ആ ഘടത്തിനകത്തുള്ള ആകാശം, ഘടാകാശം എപ്രകാരമാണ് മഹാകാശത്തിലേക്ക് വിലയം പ്രാപിക്കുന്നത്, അത് മഹാകാശമായി തീരുന്നത്, അതുപോലെ ഉപാധിയായ ശരീരജ്ഞാനം. ആ ഉപാധിയായിട്ടുള്ള ശരീരം എങ്ങനെ നശിക്കണം? ജ്ഞാനം കൊണ്ട് നശിക്കണം. അങ്ങനെ ഉപാധിയായിട്ടുള്ള ശരീരം ജ്ഞാനം കൊണ്ട് നശിച്ചാൽ പിന്നെ ജീവൻ ഏതിലേക്ക്? മുമ്പത്തെ പോലെ എവിടെയാണ് ഉണ്ടായിരുന്നത്? എവിടെയുണ്ടായിരുന്നത്? പരമാത്മാവില് അല്ലേ? ആ മഹാകാശത്തില്. അപ്പൊ ആ പരമാത്മാവിലേക്ക് തന്നെ തിരിച്ച് ചേരുന്നു. അത് ആ പരിപൂർണ ബ്രഹ്മമായി തീരുന്നു. ഈ ഉദാഹരണം മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഇത് എളുപ്പമായി. അപ്പൊ നമ്മൾക്കൊക്കെ, നമ്മൾ ഇപ്പൊ ഈ ഇരിക്കുന്ന ഇത്രയും പേര് ചിന്തിക്കേണ്ടത് എല്ലാവരും സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ്, പൂർണ്ണ ബ്രഹ്മം തന്നെയാണ്. ഒന്ന് പൂർണ്ണമായിട്ടുള്ള ബ്രഹ്മം, പിന്നെ നമ്മളൊക്കെ ആ പൂർണ്ണ ബ്രഹ്മം ആകേണ്ടവര്. അത്രയേ ഉള്ളൂ. എത്ര വേഗം അതിലേക്ക് എത്താൻ പറ്റും എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ശരീരം നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ ചതുശ്ലോകി ഭാഗവതത്തിൽ പറയും ഇതേ തത്വം തന്നെയാ. കാരണം മുൻപുണ്ടായിരുന്നതും ഞാൻ, അല്ലെ, പിന്നെ പ്രപഞ്ചമായിട്ട് നിലനിൽക്കുന്നതും ഞാൻ, എല്ലാം കഴിഞ്ഞാൽ അവസാനിക്കുന്നതും അവശേഷിക്കുന്നത് അഹമേ വാസമേവാഗ്രേ നാന്യത് യത് സദസത്പരം പശ്ചാദഹം യഥേതച്ച യോവശിഷ്യേത സോസ്മ്യ. പൂർണ്ണം ബ്രഹ്മ. അത് തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. അപ്പോ ഘടാകാശം മഹാകാശത്തിൽ എന്നതുപോലെ ശരീരം നശിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലെ ആ ജീവൻ, ആ ജീവൻ എന്ത് ചെയ്യുന്നു? ബ്രഹ്മത്തോട് ഏകീഭവിച്ച് ഒന്നായിത്തീരുന്നു എന്നർത്ഥം. കുടം ഉണ്ടായ സമയത്ത് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തിൽ നിന്ന് ഞാൻ ഭിന്നനാണ് എന്ന് ആകാശത്തിനൊരു ചിന്തയുണ്ടായിരുന്നു. ഏതാകാശത്തിന്? കുടത്തിലെ ആകാശത്തിന്.
കുടത്തിലെ ആകാശത്തിന്റെ ഒരു ചിന്തയുണ്ടായിരുന്നു, ഞാൻ വേറെ, ആ മഹാകാശം വേറെ. എന്ന് പറഞ്ഞ് പൊട്ടിയപ്പോഴോ എന്തായി? ആയില്ലേ? ലയിച്ചില്ലേ? മഹാകാശത്തിലേക്ക് ലയിച്ചു. അതുപോലെ തന്നെയാണ് നമ്മളും. അതേ ഒരു ചിന്ത വന്നാൽ മതി നമുക്ക്. ശരീരമുണ്ടായപ്പോൾ എങ്ങും നിറഞ്ഞ ബ്രഹ്മത്തിൽ നിന്ന് വേറെയാണ് ഞാനെന്ന ആത്മാവ്, ജീവാത്മാവ് എന്ന ഒരു ബോധം ഉണ്ടായിരുന്നു, ജീവൻ എന്ന തോന്നലുണ്ടായിരുന്നു. അപ്പൊ ശരീരം നശിച്ചാലോ ആ തോന്നൽ ഇല്ലാതായി. ഏതിലേക്ക് ലയിച്ചു? ബ്രഹ്മത്തിലേക്ക് ലയിച്ചു. അതാണ് മനോഹരമായ ഉദാഹരണത്തിലൂടെ ഏവം ദേഹേ മൃതേ ജീവോ ബ്രഹ്മസമ്പദ്യതേ പുനഃ. അപ്പൊ പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ ദേഹവും ഈ വികാരങ്ങളും ഈ പ്രവൃത്തികളും ഇതെല്ലാം എന്താണ്? അടുത്ത ശ്ലോകത്തിൽ പറയും, മനഃസൃജതി. മനഃ സൃജതി. മനസ്സാണ് സൃഷ്ടിക്കുന്നത്. മനഃസൃജതി വൈ ദേഹാൻ ഗുണാൻ കർമാണി ചാത്മനഃ തന്മനഃസൃജതേ മായ തതോ ജീവസ്യ സംസൃതി. അപ്പോ മനസ്സാണ് യഥാർത്ഥത്തില് ഈ ആത്മാവിന്റെ ഉപാധികളായിട്ടുള്ള ഏതിനൊക്കെ? ദേഹാൻ, ദേഹങ്ങളെ, ഗുണാൻ, സത്വം രജസ് തമസ് തുടങ്ങിയായിട്ടുള്ള ഗുണങ്ങളെ. അപ്പോ ദേഹം, ഗുണങ്ങള്, അതുപോലെ തന്നെ കർമ്മങ്ങള്, ഇതിനെല്ലാം സൃഷ്ടിക്കുന്നത് എന്താണ്? മനസ്സാണ്. മനഃപരം കാരണമാമനന്തി. ഭിക്ഷുഗീതയിൽ പറയില്ലേ, മനഃപരം കാരണം ആമനന്തി. മനസ്സാണ്. ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് ബന്ധമോക്ഷങ്ങളെ ഉണ്ടാക്കുന്നത് ആരാ? മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. ഇത് തന്നെ കാവ്യത്തിൽ നമുക്ക് കാണാം. അല്ലെ, എന്താണ് ബന്ധം? എപ്പോഴാണ് ഈ മനസ്സ് ബന്ധത്തെ ഉണ്ടാക്കുന്നത്? എപ്പോഴാണ്? മുക്തിയിലേക്ക്. രഥം വാ പുംസി മുക്തയേ. വിഷയങ്ങളിലേക്ക് പോകുമ്പോ അതിനെന്ത് പേര്? ബന്ധം എന്ന് പേര്. പരമപുരുഷനിലേക്കാണെങ്കിലോ അതിന് മുക്തി, മോക്ഷം എന്ന് പേര്. രണ്ടും ആരാ? മനസ്സ് തന്നെയാ. മനയേവ. അതാണ് ഇവിടെയും പറഞ്ഞത്, മനഃസൃജതി. അതുകൊണ്ടാണ് ഭാരതീയമായ എല്ലാ ശാസ്ത്രവും ഭാരതീയ കലകളും ഭാരതീയ വിദ്യകളും എല്ലാം മനസ്സിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഈ വെറും ഭൗതിക ശരീരത്തെ സംബന്ധിച്ചിട്ടുള്ള ശാസ്ത്രം എവിടെയുണ്ട്? ഇല്ല. അത് വളരെ അല്പം. ആ ശരീരം പോലും എന്തിനു വേണ്ടിയിട്ടുള്ളത്? മനസ്സിന് തന്നെയാണ്. അത് നിലനിർത്താൻ വേണ്ടി ഒരു ശരീരം മാത്രമേ ഉള്ളൂ. ശരീരത്തിന് പ്രാധാന്യമില്ല. ശരീരം ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഉപകരണം. ശരീരമാദ്യം ഖലു ധർമ്മ സാധനം. അത്രേ ഉള്ളൂ. ശരീരത്തിന്റെ അത്രേ പ്രധാനമുള്ളൂ. മനസ്സ് തന്നെ പ്രധാനം. അതുകൊണ്ടാണ് വിദ്യയും അങ്ങനെയാണ്. വിദ്യയും മനസ്സിനെ പാകപ്പെടുത്തുന്ന വിദ്യ, അധ്യാത്മവിദ്യ, വിദ്യാനം. മനസ്സാണ് പ്രധാനം. അപ്പൊ മനസ്സ് ഇതിനെല്ലാം സൃഷ്ടിക്കുന്നു. ഇനി ആ മനസ്സിനെ സൃഷ്ടിക്കുന്നത് ആരാ? തന്മന സൃജത്തെ മായ. ആ മനസ്സിനെ ആര് സൃഷ്ടിക്കുന്നു? മായ സൃഷ്ടിക്കുന്നു എന്നടുത്ത വരിയിൽ പറയും. അപ്പോ ആ മായയാണ് ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് ആ മായ കാരണമാണ് എന്തുണ്ടാകുന്നത്? ഈ ജീവന് സംസാരഭ്രമം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സർവാത്മന ഭഗവാനെ ആശ്രയിച്ചാൽ ആരെ തരണം ചെയ്യാം? മാമേവ ഏ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. സർവാത്മന ഭഗവാനെ ആശ്രയിക്കൂ, മായയെ തരണം ചെയ്യാം. മായയെ തരണം ചെയ്യാൻ പറ്റാത്തിടത്തോളം ബാധിക്കുക തന്നെ ചെയ്യും. ഈ ഭ്രമം വാസ്തവമായിട്ടല്ല, പക്ഷെ ആ ഒരു ഭ്രമം, സംസാരഭ്രമം ഉണ്ടാകും. അപ്പോൾ മനസ്സാണ് ശരീരങ്ങളെ സൃഷ്ടിക്കുന്നത്. മനസ്സിനോടുള്ള ആ ഒരു തന്മയീഭാവം കൊണ്ടാണ് ജീവന് ജനന മരണ സ്വരൂപേണ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആ തോന്നുന്ന ഭ്രമം, സംസാരഭ്രമം അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ സംസാരം അനുഭവിക്കാൻ കാരണം തന്നെ എന്ത്? മനസ്സ് എന്ന് പറഞ്ഞു. പിന്നീട് ഈ ജീവന്റെ
സംസാരഭ്രമം ഉപാധി നിമിത്തമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉപാധി നിമിത്തമായതുകൊണ്ട് ഉപാധി നശിച്ചാൽ എന്തായി? ഈ ഭ്രമവും നശിക്കും. അപ്പൊ ഉപാധി നാശമാണ് വേണ്ടത്. ഏതുപോലെ? വളരെ മനോഹരമായ ഒരു ഉദാഹരണമാണ് പിന്നെ നമുക്ക് പറഞ്ഞു തരും. സ്നേഹാധിഷ്ഠാനവർത്യഗ്നി സംയോഗോ യാവദീയതേ തതോ ദീപസ്യ ദീപത്വം ഏവം ദേഹകൃതോ ഭവഃ. ഭവഃ സംസാരം. രജസത്വതമോ വൃത്യ ജായത്തെ അധ വിനശ്യതി. അപ്പോ ഉപാധിയെക്കുറിച്ച് പറയുന്നു. ഉപാധി നശിച്ചാൽ ഈ ഭ്രമം നശിക്കും എന്ന് ദൃഷ്ടാന്തത്തിലൂടെ പറയാം. എന്താ ദൃഷ്ടാന്തം? വിളക്ക്. വിളക്കിന് ഈ ദീപത്തിന് ദീപത്വം കിട്ടുന്ന എപ്പോഴാ എന്നാണ് പറയുന്നത്. വിളക്കില് എണ്ണയും തിരിയും, ആ തിരിത്തുമ്പില് അഗ്നിയും. ഇത് മൂന്നും നിലനിൽക്കുന്നിടത്തോളം കാലം അതിൻ്റെ ആ നാളത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതുവരെയാണ് നമുക്ക് ആ വിളക്കിന്റെ നാളം കാണാൻ പറ്റുക. അപ്പോഴാണ് നമ്മൾ അതിന് ദീപത്തിന് ദീപത്വം നമ്മൾ കൽപ്പിക്കുന്നത്. അപ്പൊ എണ്ണയും തിരിയും തീർന്നാലോ? എണ്ണയും തിരിയും തീർന്നാൽ നമ്മൾ എന്താ പറയാ? വിളക്കണഞ്ഞു എന്നാ പറയാ, അല്ലേ? യഥാർത്ഥത്തില് വിളക്ക് അണയല്ല ചെയ്യുന്നത്. ആ അഗ്നി ഉണ്ടല്ലോ, ആ അഗ്നി യഥാർത്ഥത്തില് അതിന്റെ യഥാർത്ഥ പൂർവ്വരൂപത്തിലേക്ക്, സ്വരൂപത്തിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമ്മളെങ്ങനെ ആ അഗ്നി നാളം കാണുന്നത് ഏത് നിമിത്തം? ഉപാധികൾ നിമിത്തമാണ്. എണ്ണയും തിരിയും ഇത് നിമിത്തം നമുക്ക് കാണപ്പെടുന്നു. ഈ ഒരു ബോധം, ഇതാണ് ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞത്. അപ്പോ കാണാൻ കഴിയാത്ത അഗ്നിയില് ലയിച്ച് ഒന്നായി തീരുകയാണ്. മനസ്സിലായോ? അത് ഒന്നും കൂടെ പറയാം. ഇപ്പൊ തിരിയും പിന്നെ എണ്ണയും ആ തിരിത്തുമ്പില് അഗ്നിയും, എന്നിട്ട് നമ്മള് വിളക്കിന്റെ ആ നാളത്തെ കാണുന്നു. എണ്ണയില്ലാതായി, തിരി ഇല്ലാതായി, അഗ്നി ഇല്ലാതാവുന്നില്ല. അഗ്നി അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വീണ്ടും ഞാൻ ചോദിച്ചത്, മനസ്സിലായോ എന്ന്. അപ്പൊ ആ രീതിയിൽ അതിനെ മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലെ സത്വ രജസ്തമോ ഗുണങ്ങൾ, ഇതാണ് ഉപാധികൾ എന്ന് നേരത്തെ പറഞ്ഞു. ഉപാധികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? ഉപാധികൾ എന്ന് പറയുന്നത് ദേഹാദികള്, ഗുണങ്ങള്, കർമ്മങ്ങള്, ഇതൊക്കെ ഉപാധികളാണ്. അപ്പൊ ഈ സത്വരജസ്തമോ ഗുണങ്ങള് വികസിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ആത്മാവ് സ്വസ്വരൂപത്തിൽ പ്രകടമാകുന്നു. ത്രിഗുണങ്ങള് നീങ്ങിക്കഴിഞ്ഞാലോ എണ്ണ തീർന്ന വിളക്ക് പോലെ. എണ്ണ തീർന്ന വിളക്ക് പോലെ ത്രിഗുണങ്ങള് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ വിളക്കിലെ നാളം അഗ്നിയിൽ ലയിക്കുന്നത് പോലെ ഈ ഗുണങ്ങള് അടങ്ങിയാൽ ജീവൻ ഏതിലേക്ക്? അദൃശ്യമായ ആ നിർഗുണ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നു. ഇല്ലാതാവുകയല്ല. വിളക്ക് കെടുമ്പോൾ അഗ്നി ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്, യഥാർത്ഥ അഗ്നിയിലേക്ക് ലയിക്കുന്നു. അതുപോലെ ഈ ത്രിഗുണങ്ങൾ എന്ന ഉപാധികള് നീങ്ങുമ്പോൾ ഞാനും നിങ്ങളും എന്ന ജീവൻ ഏതിലേക്ക്? നിർഗുണ ബ്രഹ്മത്തിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ലയമാണ് സംഭവിക്കുന്നത്. അല്ലാതെ അഗ്നി, ഈ വിളക്ക് കത്തുന്ന സമയത്ത് അഗ്നി ഉണ്ടാവുകയോ അഗ്നി ഇല്ലാതാവുകയോ ചെയ്യുന്നില്ല. ഇതാണ് ഈ ദൃഷ്ടാന്തം. ഓ എണ്ണയും തിരിയും നിലനിൽക്കുന്നിടത്തോളം കാലം അഗ്നി എവിടെ? അഗ്നി ആ തിരിത്തുമ്പിൽ വിളക്കിന്റെ നാളമായിട്ട് പ്രകടമായിട്ട് നിൽക്കും. അതില്ലാതായി കഴിഞ്ഞാൽ പ്രകടഭാവം ഇല്ലാതാകുന്നു. അത്രയേ ഉള്ളൂ. ആ പ്രകടഭാവം ഇല്ലാതാകുന്നു, അഗ്നി സ്വന്തം രൂപത്തിൽ ശേഷിക്കുന്നു. മനസ്സില് സത്വം, രജസ്, തമസ്, ഈ മൂന്ന് ഗുണങ്ങൾ, ആ മൂന്ന് ഗുണങ്ങളുടെ പ്രകടഭാവം, ഉത്കർഷവും അപകർഷവും ഒക്കെ നമ്മൾ ഭാഗവതത്തിൽ പല പല സന്ദർഭങ്ങളിലും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. സത്വം രജസ്തമൈതി പ്രകൃതിർഗുണാഹ തറി യുക്തഃ പര പുരുഷ ആത്മ ഇഹാസ്യ ദത്തേ എന്നൊക്കെ
ഓരോ സന്ദർഭങ്ങളിലും ഈ 3 ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ 3 ഗുണങ്ങൾ നീങ്ങിയാൽ പ്രകടഭാവം നീങ്ങി. ആ പ്രകടഭാവം നീങ്ങി ആത്മാവ് സ്വസ്വരൂപത്തിലേക്ക്, ആത്മാവിന്റെ ആ യഥാർത്ഥ സ്വരൂപത്തിലേക്ക്, അതേതാ ബ്രഹ്മം, സ്വസ്വരൂപമാണ് ബ്രഹ്മം, ആ ബ്രഹ്മം തന്നെയായി ശേഷിക്കുന്നു. അപ്പോ പ്രകടഭാവം നമ്മളൊക്കെ ഏത് കാരണം? ത്രിഗുണങ്ങൾ കാരണം. അത് നീങ്ങിയാൽ ഏതിലേക്ക്? ബ്രഹ്മത്തിലേക്ക്. അപ്പൊ പരീക്ഷത്തെ എന്തില്ല? ഉണ്ടാവുക നശിക്കുക എന്നുള്ളത് ഇല്ല. കാരണം ഉണ്ടാവുക, നിലനിൽക്കുക, നശിക്കുക എന്നുള്ള 3 അവസ്ഥ ഉള്ളതിന് എന്ത് പേര്? മായ എന്ന് പേര്. അതാണ് മായയുടെ നിർവചനം തന്നെ നിമ്യ നവയോഗി സംവാദത്തിൽ പറയും. 3 അവസ്ഥകള് അതില്ല. അപ്പോ ദേഹാദി ഉപാധികൃതമായിട്ടുള്ള സംസാരം. അതിൽ എണ്ണയും തിരിയൊക്കെ ആയിട്ട് നമ്മൾ വേണമെങ്കിൽ ഓരോന്നിനെ എടുത്ത് പറയാം. എണ്ണ എന്ന് പറയുന്നത് ആ കർമ്മവാസനകളാണ് എന്നും, മനസ്സാണ് ഇതിന്റെ ബേസ്, അധിഷ്ഠാനം എന്ന് പറയുന്നത് സ്നേഹാധിഷ്ഠാനം എന്ന് പറഞ്ഞില്ലേ, ആ സ്നേഹാധിഷ്ഠാനം മനസ്സ്. ആ തിരിയുടെ സ്ഥാനത്താണ് ഏത്? ദേഹം. അപ്പൊ ഇതെല്ലാം കൂടി ഇല്ലാതാകും. അപ്പൊ അഗ്നി സംയോഗസ്ഥാനം എന്ന് പറയുന്നുണ്ട്. ആ തിരി കത്തുന്ന ആ ഭാഗം സംയോഗസ്ഥാനം, അതാണ് ആ ചൈതന്യാഭാസം. ഇതൊക്കെ ഓരോന്നിലേക്കും ബന്ധപ്പെടുത്തിയും നമുക്ക് ചിന്തിക്കാം. രജ സത്വതമോ വൃത്യ ജായത്തെ അഥ വിനശ്യതി എന്നും പറഞ്ഞു. നതത്രാത്മാ സ്വയം ജ്യോതി യോ വ്യക്താവ്യക്തയോ പരഃ ആകാശൈവ ച ആധാരഃ ധ്രുവഃ അനന്തഃ. ഇതെല്ലാം ആത്മവിശേഷണങ്ങൾ. നമ്മൾ ഇതൊക്കെ ധാരാളം ഗീതയിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളത് തന്നെയാണ്. നേരത്തെ ചൊല്ലിയ നജായത്തെ, അല്ലെങ്കിൽ അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യേവച നിത്യ സർവഗത സ്ഥാണുഹു അചലോയം സനാതന എന്നൊക്കെ ഗീതയിൽ പല സന്ദർഭത്തിലും പറയുന്നത് തന്നെയാണ്. ഇവിടെ അടുത്ത 2-3 ശ്ലോകങ്ങളില് അതിലേക്ക് വിസ്തരിച്ച് കിടക്കേണ്ട കാര്യമില്ല, സമയക്കുറവ് കാരണം. അപ്പോ സംസാരം മാത്രമേ നശിക്കുന്നുള്ളൂ, ആത്മാവ് നശിക്കുന്നില്ല എന്ന് അങ്ങോട്ട് ഉറപ്പിക്കും. നതത്രാത്മാ സ്വയം ജ്യോതി, സ്വയം ജ്യോതിസായിരിക്കുന്ന, അതുകൊണ്ട് തന്നെ തീർത്തും ഭിന്നമാണ്. ഇതിൽ നിന്ന് സ്ഥൂല സൂക്ഷ്മ ഉപാധികളിൽ നിന്നെല്ലാം തീർത്തും ഭിന്നനായ, എന്നാൽ ആകാശൈവച ആധാര, ആകാശം പോലെ എല്ലാത്തിനും സർവ ആധാരമായ, നിർവികാരമായ, അനന്തമായ, എന്തൊക്കെ വിശേഷണങ്ങൾ ചേർക്കാനുണ്ട് എല്ലാം ചേർത്തോളൂ. അതെല്ലാം ചേർന്നിട്ടുള്ള ആത്മാവ് ഈ ഉപാധികളുടെ ജനന മരണങ്ങള് അല്ലെങ്കിൽ ജന്മനാശങ്ങള്, ഉപാധികളുടെ ജന്മനാശങ്ങൾ കൊണ്ട് ജനിക്കുകയോ നശിക്കുകയോ ചെയ്യുന്നതല്ല പരീക്ഷത്തെ ആത്മാവ്. അതിന് നാശമില്ല. യതഃ, എന്തുകൊണ്ട്? ആത്മാവ് സ്വയം ജ്യോതി, സ്വയം ജ്യോതിസാണ്. അതിനെ പ്രകാശിപ്പിക്കുവാൻ മറ്റൊരു പ്രകാശ സ്രോതസ്സിന്റെ ആവശ്യം ഇല്ല. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞ സ്വരാട്. സ്വരാട് ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസാ സർവമിദം വിഭാതി. സ്വയം ജ്യോതിസാണ്. ആ സ്വയം ജ്യോതിസിന് ഒരിക്കലും നാശമില്ല. സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചങ്ങൾക്ക് അതീതമാണ് ആ ബ്രഹ്മം, ആ സ്വയം ജ്യോതിസ്. അതറിയൂ. ആ അറിവാണ് നേടേണ്ടത് പരീക്ഷിത്തെ രാജാവേ. ഉപാധികളിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിനെ യുക്തിയുക്തമായിട്ട് ആ നിരന്തരമായ പരമാത്മചിന്തയിലൂടെ ഇങ്ങനെ ചിന്തിക്കുന്നതെല്ലാം ആ പരമാത്മനെ കുറിച്ച്, അങ്ങനെ നിരന്തരമായിട്ടുള്ള പരമാത്മചിന്തയിലൂടെ ബുദ്ധി കൊണ്ട് അറിയണം. അങ്ങനെ ബുദ്ധി കൊണ്ട് അവിടുത്തെ സ്വരൂപമായി തന്നെ തിരിച്ചറിയണം.
അപ്പൊ പരമാത്മാവാണ് താൻ 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 എന്ന് ഉറപ്പിക്കൂ, അല്ലെങ്കിൽ പ്രശ്നവും. അല്ലെങ്കിൽ ആര് വരും? തക്ഷകൻ വരും, എന്നിട്ട് തന്നെ ദംശിക്കും, താൻ ഭസ്മമാവും എന്നൊക്കെ ചിന്തിക്കും. അപ്പൊ അത് മാറണമെങ്കിൽ രാജാവേ, ആത്മാവിനെ പരമാത്മാവിൻ്റെ സ്വരൂപമായിട്ട് തിരിച്ചറിയൂ. ജീവാത്മാവിനെ പരമാത്മാവിൻ്റെ സ്വരൂപമായിട്ട്, സ്വസ്വരൂപം, ആ സ്വസ്വരൂപത്തിലേക്കുള്ള ലയനമാണ് നടക്കാൻ പോകുന്നത്. ദംശനമല്ല, ഭസ്മീകരണമല്ല, ഒരു ലയം നടക്കാൻ പോകുന്നു. ആരുടെ ലയം? ആരുടെ? ജീവാത്മാവിൻ്റെ സ്വസ്വരൂപത്തിലേക്കുള്ള ലയമാണ് നടക്കാൻ പോകുന്നത്. തൊട്ട് മുൻപത്തെ അധ്യായത്തില് 4 തരത്തിലുള്ള ലയം, പ്രലയം പറഞ്ഞില്ലേ? 4-ാമത്തെ അധ്യായത്തില് ചതുർവിധ പ്രളയം. പ്രളയം എന്ന് പറഞ്ഞാലോ പ്രലയം, പ്രകർഷേണ ലീയത്തെ കുത്ര അസ്മിൻ. എവിടെ ലയിക്കാനുള്ളത്? ലയിക്കാനുള്ളത് അവിടെ തന്നെ. ആത്യന്തിക പ്രളയവും ഒക്കെ, നൈമിത്തിക പ്രളയവും നിത്യപ്രളയമൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ പറഞ്ഞിട്ടാണ് അത് പറഞ്ഞത് തന്നെ. ഇതാണ് എന്ത്? എല്ലാം ലയിക്കേണ്ടതാണ്. സൃഷ്ടികർത്താവ് എന്ന് നാം പറയുന്ന ബ്രഹ്മാവ് പോലും ഇല്ലാതാകും. അപ്പൊ പിന്നെ നമ്മുടെ ഈ ദേഹം ഇല്ലാതാവുന്നതിനെ കുറിച്ച് ചിന്തിച്ച് പ്രയാസപ്പെടുന്നത് മണ്ടത്തരല്ലേ? ഇതെത്ര നിസ്സാരം! ബ്രഹ്മാണ്ടം പോലും ലയിക്കാൻ പോകുന്നു. അതിനിടയിലാണോ ഈ മശകപ്രായം ആയുള്ള ഈ ദേഹം വിടൂ എന്ന് അങ്ങോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ അനുമാനം കൊണ്ട് ഏകാഗ്രമായ, ഭഗവത് ഭക്തി കൊണ്ട് നിർമ്മലമായ 2 കാര്യങ്ങളാണ്. അനുമാനമോട് നേരത്തെ ഞാൻ പറഞ്ഞു, പിതാ മ്രിയത്തെ പുത്രോ ജായത്തെ. അതിലൂടെ ജനന മരണ യുക്തം ഇതം ശരീരം എന്ന് അനുമാനിക്കുക. ആ അനുമാനം കൊണ്ട് ഏകാഗ്രവും ഭഗവത് ഭക്തി കൊണ്ട് നിർമ്മലമായി തീർന്ന ബുദ്ധി കൊണ്ട് തന്നിൽ താനായി ശോഭിക്കുന്ന, വിളങ്ങുന്ന ആ സാക്ഷാൽ ആത്മതത്വമാണ് താൻ, ആത്മതത്വമാണ് താൻ, ആത്മതത്വമാണ് താൻ എന്നങ്ങോട്ട് ഉറപ്പിക്കൂ. ആ വിചാരം ചെയ്യുന്നു. വീണ്ടും 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 ആ രീതിയിൽ ഉറപ്പിക്കണം, ചിന്തിക്കണം. ഏവം ആത്മാനം ആത്മസ്ഥം ആത്മനൈവ ആമൃശ പ്രഭോ. ഇതില് ബുദ്ധ്യ അനുമാനഗർഭിണ്യ, അനുമാനഗർഭിണ്യ ബുദ്ധ്യ. പിന്നീടോ വാസുദേവാനുചിന്തയ. വാസുദേവാനുചിന്ത എന്ന് പറഞ്ഞാൽ ഏതാ? ഭക്തി. അപ്പോ വാസുദേവാനുചിന്തയാ ഭക്തിയ അനുമാനഗർഭിണ്യ ബുദ്ധിയ. ഉറപ്പിക്കൂ. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങക്ക് ഈ ശൃംഗി എന്ന മുനികുമാരന്റെ ശാപമൊന്നും പ്രശ്നമല്ല എന്നുറപ്പിക്കുന്നു. ചോദിതോ വിപ്രവാക്യേന നത്വാം ധക്ഷ്യതി തക്ഷകഃ മൃത്യവോ നോപധക്ഷ്യന്തി മൃത്യൂനാം മൃത്യുമീശ്വരം. മൃത്യൂനാം മൃത്യും ഈശ്വരം. ഇപ്പൊ അങ്ങാരാ? ഈശ്വരൻ തന്നെയാ. ഈശ്വരൻ ആരാ? മൃത്യൂനാം മൃത്യു. മൃത്യുവിന്റെയും മൃത്യുവാണ് അല്ലേ? അവസാനം ആരുമില്ല തന്നെ സഹായിക്കാൻ എന്നുള്ള നിലയില് ഗജേന്ദ്രൻ നമാമി മേ ജ്ഞാതയ ആതുരം ഗജാഹ കുതഃപരിണ്യ പ്രഭവന്തി മോചിതും എന്ന് കരയുമ്പോ അവസാനം ആരെ ആശ്രയിക്കുന്നത്? ഭഗവാനെ മാത്രം. ഗുരുവായൂരപ്പൻ മാത്രമാണ് ആശ്രയം എന്ന് ചിന്തിക്കുന്നു. എന്തുകൊണ്ട്? മൃത്യുഹു പ്രധാവതി എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. മൃത്യുഹു പ്രധാവതി, മരണം പോലും ഓടി ഒളിക്കും. യത് ഭയാത്. അപ്പോ മൃത്യൂനാം മൃത്യും ഈശ്വരം പറയുന്നു. അപ്പൊ മുനികുമാരന്റെ ശാപം കൊണ്ട് പ്രേരിതനായിട്ട് ചിലപ്പോൾ തക്ഷകൻ വരാം. തക്ഷകൻ അങ്ങനെ വന്നാൽ തന്നെ അങ്ങയെ നശിപ്പിക്കുകയില്ല, അങ്ങയെ ദഹിപ്പിക്കുകയില്ല. കാരണം
മൃത്യുഹേതുക്കള്, മൃത്യുവിനും മൃത്യുവായിട്ടുള്ള സർവേശ്വരനെ, അതാണ് മൃത്യുവിനാം മൃത്യുമീശ്വരം എന്ന് പറഞ്ഞത്. ആ സർവേശ്വര സ്വരൂപനായിരിക്കുന്ന അങ്ങയെ, ഈശ്വരൻ തന്നെയായ അങ്ങയെ ദഹിപ്പിക്കുകയോ? ദഹിപ്പിക്കില്ല, സംശയിക്കണ്ട. ഇനി അങ്ങയെ ദഹിപ്പിക്കാൻ ഒരു തക്ഷകനും സാധ്യമല്ല. ദേഹത്തെ മാത്രമേ ദഹിപ്പിക്കുകയുള്ളൂ, ദേഹത്തെ മാത്രമേ ദംശിക്കൂ, ദേഹത്തെ മാത്രമേ ദഹിപ്പിക്കൂ. സംശയിക്കണ്ട. അപ്പോ ചിലപ്പോ ആ ബാലകന്റെ, ബ്രാഹ്മണ ബാലകന്റെ പ്രേരണ കൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ ആര് വന്നേക്കാം? തക്ഷകൻ വന്നേക്കാം. തക്ഷകൻ വന്നാലും, കാരണം ശപിച്ചതുകൊണ്ട്, പക്ഷേ അങ്ങേ അത് ബാധിക്കില്ല. കാരണം അങ്ങ് ഈ കഴിഞ്ഞ 6 ദിവസങ്ങള്, വേണ്ട 7 ദിവസങ്ങള്, 7 പൂർണ്ണമായില്ലെങ്കിലും, അപ്പൊ 7 ദിവസത്തെ ഭാഗവത ശ്രവണം കൊണ്ട്, നിരന്തരമായ ഭഗവത് കഥാശ്രവണം കൊണ്ട്, അല്ലയോ പരീക്ഷിത്തെ, അങ്ങ് ആത്മസ്വരൂപനായി മാറിക്കഴിഞ്ഞു. ആത്മസ്വരൂപനായ ഭഗവാനെ വെറുമൊരു തക്ഷകൻ എന്തു ചെയ്യാൻ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആത്മസ്വരൂപമായി അങ്ങ് ഇപ്പോൾ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെട്ട് ആരായി? യഥാർത്ഥ ഭഗവത് സ്വരൂപത്തിലേക്ക്, ആത്മസ്വരൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ആത്മസ്വരൂപത്തെ സ്പർശിക്കുന്ന ഏത് വസ്തുവും ആരായിത്തീരും? ആത്മാവായിത്തീരും. സമുദ്രത്തിലേക്ക് വരുന്ന ഏതും എന്തായിത്തീരും? ചിലപ്പോൾ സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് അത്യന്തം ശുദ്ധജലത്തോടു കൂടിയിട്ടുള്ള നദിയായിരിക്കും. പക്ഷേ ആ നദിയും സമുദ്രത്തിലേക്ക് എത്തിയാൽ ആരായി? സമുദ്രമായി. എല്ലാം ഒന്ന് തന്നെ. പിന്നെ ഞാൻ ഇന്ന നദിയായിരുന്നു എന്നുള്ള ഐഡന്റിറ്റി ഉണ്ടോ? ഇല്ല. അപ്പൊ സമുദ്രത്തെ സ്പർശിക്കുന്ന വസ്തു സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെട്ട സമുദ്രമായി തീരുന്നത് പോലെ അങ്ങയെ സ്പർശിക്കുന്ന മാത്രയിൽ ആ തക്ഷകൻ ആരായി തീരുന്നു? ആത്മാവായി തീരുന്നു. അങ്ങയെ സ്പർശിക്കുമ്പോൾ, കാരണം പരമാത്മാ സ്പർശനം ഏറ്റുകഴിഞ്ഞാൽ പിന്നെ അതും എന്തായി? പരമാത്മാവായിട്ട് മാറി. അപ്പോ ഭിന്നമല്ല, ആത്മാവായിട്ട് മാറും. അപ്പോ മൃത്യുദേവത ആത്മാവായിട്ടുള്ള അങ്ങയെ തൊടുന്ന നിമിഷത്തിൽ തന്നെ ആരായിത്തീരും? മൃത്യു വ്യക്തിത്വം നഷ്ടപ്പെട്ട് ആത്മാവായിത്തീരും. അപ്പോ മൃത്യുവിന് പോലും മൃത്യുവായ ആത്മാവായി ഉയർന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ ആത്മാവായിട്ട് മാറിക്കഴിഞ്ഞു. അല്ലയോ പരീക്ഷത്തെ, അങ്ങ് അങ്ങോട്ട് ഉറപ്പിക്കുക. ഇനി ഒരു ശ്ലോകം, അതാണ് ബ്രഹ്മോപദേശം. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷൻ ആത്മാനം ആത്മന്യാധായ നിഷ്കളേ. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. ഞാൻ എല്ലാറ്റിനും പരമാധിഷ്ഠാനമായിട്ടുള്ള ബ്രഹ്മമാണ്. ഇത് നമ്മളെല്ലാവരും അനുസന്ധാനം ചെയ്യേണ്ട ഒരു തത്വമാണ്. ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഈ ഒരൊറ്റ ശ്ലോകം ഇത് നമ്മൾ അനുസന്ധാനം ചെയ്യേണ്ടതാണ്. പുനഃപുനഃ അനുസന്ധാനം ചെയ്ത് ഉറപ്പിക്കേണ്ട ഒരു തത്വമാണ്. പരീക്ഷത്ത് ഇവിടെ ഒരു നിമിത്തം മാത്രമാണ്. നമ്മളെല്ലാവരും ഇരിക്കുന്ന എവിടെയാ? നൈമിഷാരണ്യത്തിലാ. ആ ഒരു ബോധത്തോടു കൂടിയിട്ട് ഈ തത്വത്തെ ഉൾക്കൊള്ളാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോ പരമോത്കൃഷ്ടമായ ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്ന് ബോധിച്ച് ആ മനസ്സിനെ ഉറപ്പിക്കാൻ, ആത്മാവില് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ആരില്ല? ദശന്തം തക്ഷകം പാദേ ലേലിഹാനം വിഷാനനൈഹി നദ്രക്ഷ്യസി ശരീരം ച. പിന്നെ ആ വിഷം തുപ്പുന്ന 1000 ഫണങ്ങളുണ്ടാവാം, എത്ര ഫണങ്ങളുണ്ടായാലും അങ്ങയുടെ കാലിൽ വന്നിങ്ങോട്ട് ചീറ്റി ചിലപ്പോ വിഷം വമിക്കുന്ന 1000 ഫണങ്ങളെ കൊണ്ട് ചിലപ്പോ കൊത്തിയെന്ന് വരാം. പക്ഷെ ആ കൊത്തുന്ന തക്ഷകനെയോ ശരീരത്തെയോ എന്തിന്?
ഈ കാണുന്ന ബാഹ്യപ്രപഞ്ചത്തെ പോലുമോ അങ്ങ് ആത്മാവായിട്ടുള്ള തന്നിൽ നിന്ന് വേറിട്ട് കാണുന്നില്ല. വേറെയല്ല, പൂർണ്ണമായും ബ്രഹ്മം. ആത്മാവായിട്ടുള്ള തന്നിൽ നിന്ന് വേറെയല്ല ഒന്നും എന്ന ഒരു ബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തക്ഷകനോ ശരീരമോ പ്രപഞ്ചമോ ഇല്ല. പിന്നെ ഒന്നും വേറെയില്ല എന്നുള്ള ആ ബോധത്തിലേക്ക് അങ്ങ് ഉയരും. ഏതുപോലെ? തിരമാലകൾ പോലെ. നല്ലൊരു ഉദാഹരണം നമുക്ക് അവിടെ പറഞ്ഞു തരും. തിരമാലകൾ പോലെ, സമുദ്രത്തിലെ തിരമാലകള് സമുദ്രത്തിൽ നിന്ന് എങ്ങനെ ഭിന്നങ്ങളല്ലയോ, അതുപോലെ താനാകുന്ന സച്ചിദാനന്ദ സമുദ്രത്തിലെ തിരമാലകള്. ആ സച്ചിദാനന്ദ സമുദ്രത്തിലെ തിരമാലകളാണ് പരീക്ഷിത്തും തക്ഷകനും എല്ലാം, ആ ഒരു പ്രപഞ്ചവും ഒക്കെ എന്നനുഭവം. അപ്പൊ ഒരു തിരമാല, ചിലപ്പോ സമുദ്രത്തില് ഒരു തിരമാല വന്നു മറ്റൊരു തിരമാലയെ അടിക്കും. അപ്പൊ അടിക്കുന്ന തിരമാലയും അടികൊള്ളുന്ന തിരമാലയും യഥാർത്ഥത്തില് സമുദ്രത്തിന്റെ ദൃഷ്ടിയിൽ എന്താണ്? സമുദ്രം തന്നെയാണ്. അടികൊള്ളുന്ന തിരമാല വേറെയോ അടി കിട്ടുന്ന തിരമാല വേറെയോ അല്ല, സമുദ്രം തന്നെയാണ്. അപ്പൊ പിന്നെ യഥാർത്ഥത്തില് തക്ഷകനും പരീക്ഷിത്തും പ്രപഞ്ചവും ആരാ? സർവേശ്വരൻ തന്നെയാണ്. ഈ ഒരു ബോധത്തിലേക്കാണ് നമ്മൾ ഉയരേണ്ടത്. നമ്മൾ ഉറപ്പിച്ച് പറയാണ്, എത്രയും ദൃഷ്ടാന്തങ്ങളിലൂടെ കടിക്കുന്ന തക്ഷകനും കടികൊള്ളുന്ന പരീക്ഷിത്തും ഈ പ്രപഞ്ച വസ്തുക്കളും എല്ലാം ആത്മാവായ താൻ തന്നെയാണ് എന്ന് അല്ലയോ പരീക്ഷത്തെ അങ്ങയെ ഞാനിതാ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. ഉപസംഹരിക്കാൻ നമുക്ക് സമയമായി. അപ്പൊ ഞാൻ ബ്രഹ്മം തന്നെ, ബ്രഹ്മം ഞാൻ തന്നെ എന്ന ആ ഒരു അഭേദ ഭാവത്തിൽ അങ്ങോട്ട് അർപ്പിച്ച് അതിഭയങ്കര വിഷം വമിക്കുന്ന സർപ്പവും താനും പ്രപഞ്ചവും ഭിന്നമല്ല എന്നുള്ള ആ ഒരു സ്വസ്വരൂപത്തിലേക്ക്, ആത്മസ്വരൂപത്തിലേക്ക് അങ്ങ് എത്തിച്ചേരേണ്ടതാണ്. സർവാത്മാവായിട്ടുള്ള ആ ഭഗവാന്റെ ലീലകളൊക്കെ വിസ്തരിച്ച് ഇത്രയും ദിവസങ്ങളിൽ പറഞ്ഞു തന്നതും ഈ ഒരു ബോധത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് എന്നും അവിടെ പറഞ്ഞു. പരീക്ഷത്തെ 6 ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ അങ്ങയുടെ മുന്നിലെത്തി അല്ലേ? അന്ന് അങ്ങ് എന്നോട് ചോദിച്ചു, എന്ത്? മരിക്കുന്ന വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? കാരണം അന്ന് ചോദ്യം ചോദിക്കുന്ന സമയത്ത് അങ്ങേക്ക് യഥാർത്ഥത്തില് ഞാൻ വേറെ, ഈ ശരീരം വേറെ എന്ന ഒരു ബോധം ഉണ്ടായിരുന്നില്ല. ദേഹബോധത്തോടു കൂടിയിട്ടാണ്, ദേഹാഭിമാനത്തോടു കൂടിയിട്ടാണ് അന്ന് അങ്ങ് ചോദിച്ചത്, പ്രായോപവേശത്തിലേക്ക് കടക്കുന്ന സമയത്ത്. അപ്പോ അഹം ബ്രഹ്മാസ്മി എന്ന ബോധത്തില് മനസ്സുറപ്പിച്ച് ശരീരം ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് ഞാൻ ഇന്ന് പറയുന്നു. 6 ദിവസം കഴിഞ്ഞപ്പോ ഇന്ന് എനിക്ക് അവസാനമായിട്ട് അങ്ങയോട് പറയാനുള്ളത് ഈ ഒരൊറ്റ കാര്യം മാത്രമാണ്. അതിലേക്ക് അങ്ങ് ഉയരുകയാണ് വേണ്ടത്. അപ്പോൾ കർമ്മവാസനകൾ നശിച്ചാലേ മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കാൻ സാധിക്കൂ. മനസ്സിനെ ആ ആത്മാവില് ഉറപ്പിക്കണമെങ്കിൽ ശാന്തമാകണമെങ്കിൽ ഭക്തി തന്നെ വേണം. അപ്പോൾ ഭക്തി കൊണ്ട് മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ച് കർമ്മവാസനകൾ നശിച്ച് ഭഗവത് സ്വരൂപത്തിലേക്ക് താനും വിശ്വാത്മാവായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു സ്വരൂപത്തിലേക്ക് താനും ലയിച്ച് വേറിട്ടല്ല, എല്ലാം ഒന്ന്, അഹം ബ്രഹ്മ അസ്മി എന്ന ആ ഭാവത്തിലേക്ക് അങ്ങേക്ക് ഉയരാൻ സാധിക്കും. എന്നിട്ടും ഒരു സംശയമല്ല, ഒരു പരീക്ഷണം. കാരണം കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞു, പക്ഷേ കിട്ടേണ്ട ആൾക്കത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ അറിയണ്ടേ? ഒരു പരീക്ഷ. ഏത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പരീക്ഷ വേണ്ടേ? അവസാനത്തെ ആ ഒരു പരീക്ഷയാണ് പരീക്ഷത്തിനോട് ചോദിക്കുന്ന അവസാനത്തെ ചോദ്യം. കിം ഭൂയ ശ്രോതുമിച്ഛസി,
ഇനി എന്തെങ്കിലും കേൾക്കാനുണ്ടോ? ഇനി എന്തെങ്കിലും കേൾക്കാനുണ്ട് എന്ന് പരീക്ഷിത്ത് പറഞ്ഞുവെങ്കിൽ ഇത്രയും പറഞ്ഞതെല്ലാം വ്യർത്ഥം. അതുകൊണ്ടാണ് പരീക്ഷത്തിന്റെ മറുപടി കണ്ടോ നിങ്ങള്? സിദ്ധോസ്മി അനുഗൃഹീതോസ്മി. എനിക്ക് എന്താണോ കിട്ടേണ്ടത് അത് കിട്ടിക്കഴിഞ്ഞു, അനുഗ്രഹീതനായി കഴിഞ്ഞു. മ്രിയമാണസ്യ എന്ന് 6 ദിവസം മുൻപേ ചോദിച്ച പരീക്ഷിത്ത് ഇതാ പറയുന്നു അടുത്ത വാക്ക്. എന്താ? മൃത്യുഭ്യോ ന ബിഭേമ്യഹം. ഭഗവൻ തക്ഷകാദിഭ്യ മൃത്യുഭ്യ ന ബിഭേമ്യഹം. ഇതല്ലേ എത്തേണ്ടത്? ഇവിടെയല്ലേ എത്തേണ്ടത്? നമ്മളെല്ലാവരും എത്തേണ്ടത് ഈ ഒരു അഭയം അല്ലെങ്കിൽ നിർഭയം എന്ന അവസ്ഥയിലേക്കാണ്. ആ അവസ്ഥയിലേക്ക് ഭാഗവതം കേട്ട പരീക്ഷിത്ത് എത്തി. കാരണം ആദ്യത്തെ ദിവസം ചോദിച്ചത് മ്രിയമാണസ്യ സർവഥ എന്ന് ചോദിച്ചു. അവസാനത്തെ ദിവസം പറഞ്ഞു ഭഗവൻ തക്ഷകാദിഭ്യ മൃത്യുഭ്യ ന അഹം ബിഭേമി. എനിക്ക് ഭയമില്ല. അപ്പോ എവിടെ എത്തി? സിദ്ധനായി. സിദ്ധനായി. അപ്പോ ഞാൻ ആർക്ക് ഈ ബ്രഹ്മഭാവത്തിലേക്ക് ഉയർത്താനാണോ താൻ വന്നത്, ആർക്കാണോ ഈ ബ്രഹ്മജ്ഞാനം പകർന്നു നൽകാൻ അച്ഛന്റെ നിർദ്ദേശപ്രകാരം താൻ വന്നത്, ആ ശ്രോതാവ് അതിനധികാരിയായി കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി ഇതാ ശ്രീശുക ബ്രഹ്മർഷിയും കൂട്ടരും തിരിച്ചു പോകുന്നു. പിന്നീട് വെറും ഒരു ഔപചാരികതയുടെ പേരിൽ എന്നൊക്കെ പറയില്ല നമ്മള് വോട്ട് ഓഫ് താങ്ക്സ് പറയുമ്പോൾ, അതുപോലെ വെറും ഒരു ഔപചാരികതയുടെ പേരിൽ ആര് വന്നു? തക്ഷകൻ വന്ന് ആ ദേഹത്തെ മാത്രം ദംശിച്ച് ഭസ്മമാക്കി. അപ്പോഴേക്കും എവിടെ എത്തിക്കഴിഞ്ഞു? പരീക്ഷിത്ത് ബ്രഹ്മഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്കും ഭഗവത് കഥകൾ കേട്ടുകൊണ്ട്, ഭഗവത് കഥകളിലൂടെ ഈ തത്വങ്ങളൊക്കെ പറയുമ്പോഴായാലും നമ്മൾ എത്തേണ്ടത് ആ ഭഗവത് ഭാവത്തിലേക്കാണ് എന്ന ഒരു ബോധം ഉണ്ടാകണം. എത്ര സത്സംഗങ്ങളിൽ ഇരുന്നു എന്നല്ല, എത്ര സത്സംഗങ്ങളിലൂടെ നാം കൂടുതൽ ഭഗവാനിലേക്ക് അടുത്തു. എത്ര സ്വാർത്ഥ ചിന്തകളിൽ നിന്ന്, ലൗകിക വാസനകളിൽ നിന്ന് മുക്തരായി. ഈ ഒരു ആത്മ അവലോകനം, ആത്മവിമർശനം നമ്മൾ തന്നെ ചെയ്യുക. കാരണം ആത്മവിമർശനത്തിലൂടെ മാത്രമേ നമുക്ക് സംസ്കരിക്കാൻ പറ്റുള്ളൂ നമ്മെ തന്നെ. അതിലൂടെ നമുക്ക് ഈ നൈമിഷാരണ്യത്തിലെ സത്സംഗത്തെ സാർത്ഥകമാക്കാൻ പറ്റുള്ളൂ. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും ധാരാളം സത്സംഗങ്ങൾ നമുക്കിങ്ങനെ ഒന്നിച്ചിരിക്കാൻ സംവദിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അവസരം നൽകിയ ആ ഗുരുനാഥന്റെ, സ്വാമിജിയുടെ പാദത്തിലും സംഘാടകരുടെ പാദത്തിലും ഒക്കെ നമസ്കരിച്ച് ഇത്രയും നേരം ശ്രദ്ധയോടുകൂടി കേട്ട, പ്രത്യേകിച്ച് പറയാനില്ല, നൈമിശാരണത്തില് പറളിക്കാട് ശ്രദ്ധയോടുകൂടി ഒന്നും പറയണ്ട. കാരണം ശ്രദ്ധയോടുകൂടി കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വരുന്നത്. അതാണ് അങ്ങനെ ഒരു ഇത്രയും ശ്രദ്ധയോടുകൂടിയിട്ട് ഇത്രയും പേര് ശ്രോതാക്കളായിട്ടിരിക്കുന്ന മറ്റൊരു രംഗം, സത്രവേദി നമുക്ക് ലോകത്തിൽ വേറെ എവിടെയും കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സുഹൃതം ചെയ്ത ഒരുപാട് സുഹൃതം ചെയ്ത നിങ്ങളുടെ കൂട്ടത്തില് അല്പം സുഹൃതം ചെയ്ത എനിക്കും വന്നിരിക്കാൻ സാധിച്ചു. വളരെ സന്തോഷം. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിൽപ്രകാശരൂപനെ വണങ്ങണം. പുഞ്ചിലമ്പു കുഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആപ്പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ.